കണ്ണൂരിലെ മലയോരത്തെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി ഇരിക്കൂറെ ഇളക്കിമറിച്ച് കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പര്യടനം. ആവേശകരമായ സ്വീകരണമാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും മലയോര ജനത കെ സുധാകരന് നൽകിയത്. UDFന്റെ ശക്തി കേന്ദ്രമായ ഇരിക്കൂറിൽ ജനഹൃദയം തൊട്ടറിഞ്ഞ് കെ സുധാകരന്റെ പര്യടനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ മണിക്കടവിൽ പര്യടനം ഉദ്ഘാടനം ചെയ്തു. 2024 പൊതു തിരഞ്ഞെടുപ്പിന് ആവേശത്തോടു കൂടിയാണ് രാജ്യത്തെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, രാജ്യത്തെ തന്നെ ഇല്ലാതെയാക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ പിഴുതെറിയുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ വളരെ വലുതാണ് എന്ന് ഞാൻ ആമുഖമായി തന്നെ സൂചിപ്പിക്കുന്നു. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലമായി എന്താണ് ഇവിടെ നാട്ടിൽ ചെയ്തിട്ടുള്ളത്? ചീക്കാട്, കാർത്തികപുരം, ഉദയഗിരി, ശാന്തിപുരം, അരിവിളഞ്ഞപ്പൊയിൽ, താളിപ്പാറ, പരപ്പ, നെടുവോട് മസ്ജിദ്, രായരോം, മൂന്നാംകുന്ന് എന്നിവിടങ്ങളിൽ വൻ വരവേൽപ്പാണ് കെ സുധാകരന് ലഭിച്ചത്. കടുത്ത ചൂടിനെ അവഗണിച്ച് ആളുകൾ കെ സുധാകരനെ സ്വീകരിച്ചു. തിമിരി, ചെറുപാറ, സൗത്ത് പെരിങ്ങാല, കുടപ്രം, ചിറ്റടി, തേർത്തല്ലി, നെല്ലിപ്പാറ, അരങ്ങം പഞ്ചായത്ത് ജംഗ്ഷൻ, ആലക്കോട്, ഒറ്റത്തൈ, നെല്ലിക്കുന്ന്, പാത്തൻപാറ, പരയമുട്ട കോളനി, ആശാൻ കവല, കാവുഞ്ചാൽ, കാവുംകുടി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി പര്യടനം രാത്രിയോടെ വെള്ളാട്ട് സമാപിച്ചു. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഈ വൈരുദ്ധ്യങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് അജണ്ടയുണ്ട്. വർഗീയ ഫാസിസമാണ് അജണ്ട. ആ അജണ്ട ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോയാൽ ഈ നാട് തകരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കോൺഗ്രസ് ആണ് വിശ്വസിക്കാൻ സാധിക്കുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ. അതുകൊണ്ട് കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരണം. എതുൽ സുരേഷിനൊപ്പം ധനിത്തിലാൽ നമ്പ്യാർ, ജയ്ഹിന്ദ് ന്യൂസ്, കണ്ണൂർ.